ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ സ്റ്റുഡിയോയിലാണുള്ളത്. അതായത് കുറച്ച് ഡ്രസ്സുകൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണ് സ്റ്റുഡിയോ. അധികം ആൾക്കും അങ്ങനെ ആയിരിക്കും, നമുക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ വന്നിട്ടാണുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റുഡിയോയിലുള്ള ഡ്രസ്സുകൾ. വുമൺ സെക്ഷനാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. 499ൻ്റെയും 399ൻ്റെ ഒക്കെ കുർത്താസ് ഉണ്ട്. അതേപോലെ കുറേ ഡ്രസ്സുകളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റുഡിയോയിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭയങ്കര ചൂടിലൊക്കെ നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന കോട്ടൺ ഉണ്ട്, ഷിഫോൺ, എല്ലാ ടൈപ്പ് ഉണ്ട്. പിന്നെ കോട്ടൺ ഇപ്പോൾ ഷിഫോണിലൊക്കെ ഫ്ലോറൽ പ്രിൻ്റഡ് ഒക്കെ വരികയാണെങ്കിൽ നമുക്കത് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ എത്ര വാഷ് ചെയ്താലും ഒന്നും അതൊരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ 2 തവണയായിട്ട് സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഫസ്റ്റ് ടൈം വന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഒട്ടും സ്റ്റോക്കില്ല. എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റോക്ക് ഔട്ടായ സമയത്താണ് സ്റ്റുഡിയോയിൽ പോയതെന്ന്. ഈ ഒരു വൈറ്റ് ടോപ്പും ഗ്രീൻ ടോപ്പും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ ഇടയിൽ അത് കണ്ടപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 2 തവണയിൽ ഒരു തവണ സ്റ്റോക്ക് ഔട്ടായ ടൈമാണെന്ന് തോന്നുന്നു. ഒട്ടും സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത്തെ ടൈം പോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവിടെ സാധനങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ഈ സ്റ്റുഡിയോയിൽ പോയിട്ട് കണ്ടാണോ എന്നറിയില്ല. കണ്ട മോഡൽ തന്നെ അതിൻ്റെ ചെറിയ വ്യത്യാസം എന്നല്ലാണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ടൈപ്പ് അവിടെ ഓൾറെഡി ഉണ്ടാകുന്ന ടൈപ്പ്, അതല്ലാതെ പുതിയ വെറൈറ്റീസ് ഒന്നും ഞാൻ അന്ന് കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ അന്നും ഞാൻ ഡ്രസ്സ് എടുക്കാണ്ട് തിരിച്ചു വന്നു. അങ്ങനെ 2 തവണ ഡ്രസ്സ് എടുക്കാതെ വന്നതുകൊണ്ട് തന്നെ മൂന്നാമത്തെ തവണ പോകുന്ന സമയത്ത് എനിക്ക് തീരെ ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല അവിടെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് എന്ത് വന്നാലും കിട്ടുകയാണെങ്കിൽ അഫോർഡബിൾ അല്ലേ എന്ന് വെച്ച് പോയതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ സാധാരണ സ്റ്റുഡിയോയിൽ നമുക്ക് നെയിൽ പോളിഷ്, അതുപോലെ ലിപ്സ്റ്റിക് ഒക്കെ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ആ ഒരു സെക്ഷനേ ഇല്ല. അത് മൊത്തത്തിൽ അവരങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. അപ്പോൾ അത് എന്താണെന്നറിയില്ല. ഞാൻ കുറേ ആയി വിചാരിക്കുന്നു, 3 തവണയായി ഇപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ ഇതിനിപ്പോൾ അവർ ഇവിടെ മാത്രം ഒഴിവാക്കിയതാണോ അതോ ഇല്ലോ സ്റ്റുഡിയോയിൽ അങ്ങനെയാണോ എന്നറിയില്ല. അപ്പോൾ നിങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ പോണ ആളാണെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് പോണ ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ അവരോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എപ്പോഴും ഞാനത് വിട്ടുപോകും. ആ സമയമാകുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ചുറ്റിത്തിരിവിൽ അത് മറന്നു പോകും കേട്ടോ. പിന്നെ ഞാൻ വെറുതെ കുറച്ച് ടോപ്പും ഇതുപോലെ ചെറിയ ഷർട്ട്സൊക്കെ നോക്കി. പിന്നെ അങ്ങനെ ഓരോന്നും നോക്കി. പിന്നെ ഇങ്ങനെ നമ്മൾ സുന്ദരികളായ ഡമ്മികൾ കുറേ ഇതൊക്കെ ഇട്ടിട്ടുണ്ടാവില്ല. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായിട്ട് അതിങ്ങനെ അവർ ഒരു ബൊമ്മയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാടൊന്നും എടുത്തില്ല, ജസ്റ്റ് പോയ സമയത്ത് ഒന്ന് വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ സാധാരണയുള്ള എല്ലാ റേറ്റിലുള്ള ടോപ്പുകളും എല്ലാം ഇത്തവണയും അവിടെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്രമാത്രം ബോധിച്ചിട്ടൊന്നുമില്ല എല്ലാ ഡ്രസ്സും. അതിലുള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഡ്രസ്സ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായി. ബാക്കി എനിക്ക് വെറുതെ ചുമ്മാ നോക്കി വീഡിയോ ഒക്കെ എടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വന്നതല്ലേ, അപ്പോൾ വീഡിയോ എങ്കിലും എടുക്കാം, ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ അതെങ്കിലും ആയല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ വളരെ ലെങ്ത്ത് കുറവായിരിക്കും. പറ്റുന്ന രീതിയിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീഷർട്ടും ഒക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. 299 ജീൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളക്ഷൻ ഉള്ളത്. അപ്പോൾ വിഷുവും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പം പോവുകയാണെങ്കിൽ പോയി നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.